ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, 90% മുസ്ലിങ്ങളുള്ള രാജ്യത്ത് മതേതരത്വം വേണ്ട എന്ന നിലപാട് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടല്ലോ. അതെ, 1971 യുദ്ധകാലത്ത് പാകിസ്ഥാൻ പട്ടാളം ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് അയാളുടെ ജനനേന്ദ്രിയം ഛേദിച്ചു കളഞ്ഞു. എന്നിട്ടും അയാൾ ജന്മനാടായ ബംഗ്ലാദേശ് വിട്ടിട്ട് എങ്ങോട്ടും പോയില്ല. പാകിസ്ഥാനിൽ എത്രമാത്രം അന്യമത വിരുദ്ധതയുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. അവരുടെ തലച്ചോറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മതത്തിന്റെ തീവ്രത എത്രമാത്രം രൂക്ഷമായിരുന്നു എന്നും ചിന്തിക്കണം. പാകിസ്ഥാനിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ 1971 സംഭവം. ബാക്കിയൊന്നും ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാര്യം വ്യക്തമാണ്. പിറന്നു വീണത് ഹിന്ദു കുടുംബത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു നാസ്തികനായിരുന്നു. അതാണ് സുധാമയി ദത്ത എന്ന വ്യക്തി. ഇന്ത്യ വിഭജന കാലത്ത് പോലും കിഴക്കൻ പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറാകാതിരുന്ന കുടുംബത്തിലെ അവസാന കണ്ണിയായിരുന്നു ദത്ത. പിന്നീട് ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ജീവിതം മാറാപ്പിലാക്കി 10,000 ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത അക്കാലത്തും ജനിച്ചു വളർന്ന മണ്ണ് വിട്ടുപോരാൻ അദ്ദേഹം തയ്യാറായില്ല. ബംഗ്ലാദേശിന്റെ മണ്ണും വായുവും വെള്ളവും ചെമ്പരത്തിപ്പൂക്കളും അദ്ദേഹത്തിന് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ട നടന്ന സമയത്ത് സുധാമയി ദത്ത തളർവാദം പിടിച്ച് കിടപ്പിലായി. ലഹളക്കാർ വീടാക്രമിച്ച് മകൾ മായയെ തട്ടിക്കൊണ്ടുപോയി. ബാക്കിയായ ജീവനുകളെങ്കിലും രക്ഷിക്കുന്നതിന് വേണ്ടി നാട് വിട്ടു പോകാൻ മകനും ഭാര്യയും നിർബന്ധിച്ചപ്പോഴും സുധാമയി ദത്ത വിസമ്മതിച്ചു. ആ നാട് വിട്ടു പോകാൻ അദ്ദേഹത്തിന് പറ്റില്ല. അദ്ദേഹത്തിന് ബംഗ്ലാദേശിന്റെ മണ്ണ് വിട്ട് വേറൊരു നാടില്ലായിരുന്നു, ജീവിതമില്ലായിരുന്നു. അദ്ദേഹം അങ്ങനെ പോകാൻ തയ്യാറായില്ല. പക്ഷേ കലാപം പടരുന്നു. എന്നാൽ ഒരു ദിവസം രാവിലെ ഭാര്യയുടെ ചുമലിൽ താങ്ങി നടന്ന് സുധാമയി ഉറങ്ങിക്കിടന്ന മകൻ സുരഞ്ജയനെ വിളിച്ചുണർത്തി. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോകാം. മകൻ ചോദിച്ചു, എങ്ങോട്ട്? ഇന്ത്യയിലേക്ക്. സുധാമയി പറഞ്ഞു. ലജ്ജ കൊണ്ട് അദ്ദേഹത്തിന്റെ ശിരസ് അപ്പോൾ കുനിഞ്ഞു താന്നു. ഇതാണ് തസ്ലീമ നസ്രിന്റെ വിവാദ നോവലായ ലജ്ജയുടെ ചുരുക്കം കഥ. ഇതിലെവിടെയെങ്കിലും ഇസ്ലാമിനെ അവർ അധിക്ഷേപിച്ചോ? ഇസ്ലാമിനെ അവർ വിമർശിച്ചോ? ഇസ്ലാം മതഭീകരരാണെന്ന് പറഞ്ഞു, തീവ്രവാദികളാണെന്ന് പറഞ്ഞു. ഇസ്ലാമിനെ അവർ ഒരു കുറ്റവും ഇത്രയും പറഞ്ഞ ഭാഗത്ത് നിന്ന് പറയുന്നില്ല. സ്വന്തം രാജ്യത്ത് ഇസ്ലാമിക മതമൗലികവാദികൾ ലഹളകൾ സൃഷ്ടിച്ച് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കുന്നത് കണ്ടപ്പോഴുണ്ടായ വിങ്ങലും വേദനയും. അവർക്ക് രോഷമുണ്ടായി എന്ന് മാത്രമല്ല, ഇതിനെ എതിർക്കണമെന്നവർക്ക് തോന്നി. അത് ഓരോരുത്തരുടെയും സിരകളിലൂടെ ഓടുന്ന ചോരയുടെ വികാരമാണ്. എന്തു തന്നെ നേരിടേണ്ടി വന്നാലും ശരി, സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നത് ഓരോരുത്തരുടെയും മനോധർമ്മമാണ്. തസ്ലീമ നോവലിലൂടെ പ്രകടിപ്പിച്ചത് ആ വിഷയത്തിലെ തന്റെ പ്രതിഷേധമാണ്. അത് അവരുടെ അനുഭവമായിരുന്നു. അതോടെ തസ്ലീമ ബംഗ്ലാദേശിന്റെ ശത്രുവായി മാറിയത് എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ മതമൗലികവാദികൾ മതനിന്ദ പ്രകാരം തസ്ലീമയെ തൂക്കിലേറ്റണമെന്ന് ആവശ്യപ്പെട്ട് ധാക്കയിലെ തെരുവുകളിലൂടെ വിഷപ്പാമ്പുകളുമായി അലറി നീങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു? വാതില് തുറന്നിട്ട പാശ്ചാത്യ ലോകത്തേക്ക് ജീവനും കൊണ്ട് തസ്ലീമ പാഞ്ഞു. കാരണം അവർക്ക് ജീവിക്കണമായിരുന്നു. ഈ മതമൗലികവാദികൾക്ക് മുമ്പിൽ തല നീട്ടിക്കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്തിനു വേണ്ടി ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. മനുഷ്യരാശിയുടെ ഉന്നമനത്തിനു വേണ്ടി, അവരെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി പലതും ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അക്കാലത്ത് പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ ഭരണഘടനയിൽ പേരിനെങ്കിലും മതേതരത്വം എന്ന ഒരു വാക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്നും സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിലൂടെ ഷെയ്ഖ് ഹസീന സർക്കാർ വീണു. അതോടെ ശരിക്കും അതൊരു ജമാഅത്തെ ഇസ്ലാമി സ്വപ്നം കണ്ട, മൗദൂദി സ്വപ്നം കണ്ട ഇസ്ലാമിക രാജ്യമാകുകയായിരുന്നു ബംഗ്ലാദേശ്.
ന്യൂനപക്ഷങ്ങളായി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു. ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിൽ സ്ത്രീകൾ താലിബാൻ മോഡൽ മർദ്ദനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നു. മതനിന്ദയുടെ പേരിൽ അന്യമതസ്ഥരെ തല്ലിക്കൊല്ലുന്നു. നോബൽ സമ്മാനം കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ മുഹമ്മദ് യൂനിസിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവനായ അദ്ദേഹം അധികാരമേൽക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലികവാദികൾ യൂനിസിനെ മുന്നിൽ നിർത്തി മതതീവ്രവാദം പ്രചരിപ്പിക്കുകയും മതതീവ്രവാദം പ്രയോഗത്തിൽ കൊണ്ടുവരികയും ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരു അജണ്ടയാക്കി അവരതിനെ എടുക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ നിന്നും ന്യൂനപക്ഷങ്ങളെ എങ്ങനെ നാടുകടത്താം, എങ്ങനെ ഉന്മൂലനം ചെയ്യാം, എങ്ങനെ ഭയപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാം, ആ ഒരു സാഹചര്യത്തെ അവർക്ക് അനുകൂലമാക്കി അവർ മാറ്റി. ഭരണഘടനയിൽ നിന്ന് മതേതരത്വവും സോഷ്യലിസവും എടുത്തു മാറ്റാനുള്ള ശ്രമത്തിലാണ് ബംഗ്ലാദേശ് ഇന്ന്. ഒരു താലിബാൻ മോഡൽ രാജ്യമായി മാറുന്നു. നമ്മുടെ അയൽപക്ക രാജ്യമാണത്. അവിടെ നിന്ന് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കും. ഇന്ന് ബംഗ്ലാദേശ് മനുഷ്യത്വത്തിന് വേണ്ടി കേണു നിലവിളിക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ്. കാഫിറുകൾക്ക് മുമ്പിൽ, അമുസ്ലിങ്ങൾക്ക് മുമ്പിൽ, ന്യൂനപക്ഷങ്ങൾക്ക് മുമ്പിൽ. ഇസ്ലാമിക മൗലികവാദികൾ ഹിന്ദുക്കളെ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു എന്ന് എക്സിലുണ്ടായ പോസ്റ്റ് ഇന്ന് വൈറലാണ്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരുള്ള ഒരു എക്സ് പേജിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്നുള്ള വലിയ വാർത്ത എന്ന തലക്കെട്ടോടുകൂടിയാണ് എക്സിൽ ചിത്രങ്ങൾ ഉൾപ്പെടെ ഒരു പുരോഹിതന്റെ ഫോട്ടോസ് ഉൾപ്പെടെ പങ്കുവച്ചിരിക്കുന്നത്. ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ക്ഷേത്രം നിരോധിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കും, ഹിന്ദുക്കളെ ഞങ്ങൾ വലിച്ചിഴച്ചു കൊല്ലും, ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഭരണഘടന മാറ്റണമെന്ന ആവശ്യവും മുസ്ലിങ്ങൾ ഉയർത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ 90% മുസ്ലിങ്ങളായതുകൊണ്ട് ഭരണഘടനയിൽ സെക്യുലർ എന്ന വാക്ക് നീക്കം ചെയ്യണം അവരാവശ്യപ്പെടുന്നെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. പോസ്റ്റ് കാണിച്ചു തരാം. ഇതാ നോക്കിക്കോ, ആ സൈറ്റ് ഏതാണെന്ന് കണ്ടോ? ഡൊണാൾഡ് ട്രംപ് ദ ബിഗ് ന്യൂസ് ഫ്രോം ബംഗ്ലാദേശ് എന്നാ പറഞ്ഞിരിക്കുന്നത്. Islamic fundamentalist openly threatened Hindus. Ban the ISKCON temple, otherwise we will enter the temple, drag and kill Hindus. അവര് കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ച് നമ്മൾ കണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സെക്യുലർ എന്ന പദം എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിട്ട്. Yesterday there was a demand to change the constitution in Bangladesh. They are demanding to remove the word secular from the constitution because 90% of the population in Bangladesh are Muslims. അദ്ദേഹത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും അഫ്ഗാനിനെയും ഒക്കെ വെള്ള പൂശുന്ന കുറെ ഹമാസ് ഓളികൾ, താലിബാൻ ഓളികൾ നമ്മുടെ രാജ്യത്തും വളർന്നു വരുന്നുണ്ട്. അവർ വർദ്ധിച്ചു വരുന്നുണ്ട്. അവരുടെ വിഭാഗീയതയും അന്യമത വിദ്വേഷവും വളർന്നു വരുന്നുണ്ട്. അതിൻ്റെ തെളിവാണ് തേക്കടിയിലെ ആ കടയിൽ നിന്ന് ഇസ്രായേലികളെ ഇറക്കിവിട്ട സംഭവം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് 2 കാശ്മീരികൾ മാത്രം തേക്കടിയിൽ ചെയ്തതല്ല. അനേകായിരം മുസ്ലിം കച്ചവടക്കാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് മാത്രം ചെയ്യാത്തതാണ്. ഈ രാജ്യത്ത് ഒരു നിയമം ഉണ്ടായതുകൊണ്ട് മാത്രം ചെയ്യാത്തതാണ്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് മാത്രം ചെയ്യാത്തതാണ്. അവസരത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ് അവർ. നന്ദി.